വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹാങ്ങിങ് നമുക്കൊന്ന് ചെയ്താലോ? ഇതിന് വേണ്ടി ഞാനൊരു 12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഫോം ഷീറ്റ് ഇതുപോലെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ, ഇത് കുറച്ച് നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ വലിപ്പം ഒന്ന് നമുക്ക് കൂടുതൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ പുറക് സൈഡിലേക്കൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കെയിലുണ്ടല്ലോ, സ്കെയിലിൽ വെച്ചിട്ട് ഒരേ ഗ്യാപ്പിൽ ഇതുപോലെ ഒരേ ഗ്യാപ്പിൽ, ഇപ്പോൾ ഇരട്ട സംഖ്യ വേണം നമ്മൾ എടുക്കാൻ. 2, 4, 6, 8. ഇപ്പോൾ ഒരു 6 ആണെങ്കിൽ 6, 4 അങ്ങനെ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു ഒരേ ലെങ്തും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഫോൾഡ് ചെയ്യുമ്പോഴും എല്ലാം ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഒരു നമ്മൾ ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം വെച്ച് പേസ്റ്റ് ചെയ്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന 2 അങ്ങനെ എടുക്കാൻ വേണ്ട. നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 7 വന്നു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക, 6 എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഓഡ് നമ്പർ വരുന്നത് ഞാൻ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ, ലാസ്റ്റത്തോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 6 ആണ് എടുത്തത്, ബാലൻസ് ഉള്ള ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നോക്കിയേ, പേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നമ്മളിതുപോലെ പേസ്റ്റ് ചെയ്യണം. അതേ 2 എണ്ണം വെച്ച് അകത്തേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കുക. കണ്ടോ, 2, 4, 6, ടോട്ടൽ 6. ഇത് B7000 ഗ്ലൂ ആണെങ്കിൽ നമ്മളവിടെ കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും ഹെയർ ക്ലിപ്സോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യും. ഇനി ഇതിന് ഓരോന്നും ഒരുമിച്ച് ജോയിൻ ചെയ്യണം. ഇത് 3 ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചാൽ, കാരണം ഫോം ഷീറ്റ് ആകുമ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങനെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഇനി നമ്മൾ 3 പെയറായിട്ട് ചെയ്തില്ലേ, അത് 3 ഒരുമിച്ച് ഇതുപോലെ ക്ലബ് ചെയ്യുക. കണ്ടല്ലോ. ഇനി അടുത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് 2 എണ്ണം ഒരുമിച്ച്, 2 എണ്ണം 2. അതുകൊണ്ടാണ് ഞാൻ ഈവൻ നമ്പർ, അതായത് ഇരട്ട നമ്പർ എടുക്കണം. ഒരു 4, 6, 8, 7 വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ബാലൻസ് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുപോലെ ഒട്ടിക്കുക. ഇനി ഇത് 3 ഒരുമിച്ച് അങ്ങ് ക്ലബ് ചെയ്ത് ഒട്ടിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹെയർ ബോ ഒക്കെ ചെയ്യത്തില്ല, ആ ഹെയർ ബോ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോം ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, ഗ്ലിറ്റർ ഫോം ഷീറ്റിലാണ് ചെയ്യുന്നത്. ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിന് ഒരു നാച്ചുറലി ഒരു ഭംഗിയുണ്ട്. അത് നമ്മൾ എങ്ങനെ ചെയ്താലും ഒരുവിധം എന്താ പറയുക, ഭംഗിയുണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. ഒരുവിധമൊക്കെ എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ എടുത്ത് കാണുന്നത്. ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഹെയർ ബോയിൽ ഒരു സൈഡില്ലേ, അതുപോലെ ഇതുപോലെ ആക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെ ഒരു പീസ് കൂടെ നമുക്ക് ചെയ്തെടുക്കണം. കണ്ടല്ലോ. ഇനി ഇത് ഒന്നുമില്ല, നമ്മൾ സാധാരണ നോർമൽ ഹെയർ ബോയ് ഒക്കെ ചെയ്യുന്ന പോലെ രണ്ടും കൂടെ ഒരുമിക്കുക, സെൻറ്റർ ഒന്ന് ടൈ ചെയ്തെടുക്കുക. ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് പേസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ അതങ്ങ് പേസ്റ്റ് ആവും. ഇനി ഇതിലേക്ക് സെയിം ഒരു ഇതേ ഓറഞ്ച് കളറിലുള്ള ഒരു ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ ഒന്ന് കവർ ചെയ്യുക. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കവർ ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്കിതെല്ലാം ഇനി അതവിടെ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാറ്റിൻ റിബണൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഫോം ഷീറ്റ് ആകുമ്പോൾ ഒട്ടിച്ചിട്ട് ഡയറക്റ്റ് തന്നെ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടല്ലോ. ഇനി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബീഡ്സോ വേറോ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇനി ഇതിനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹാങ്ങിങ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യണം. ബാലൻസ് ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആക്സസിലൊക്കെ ആയാലും നമുക്കൊരു ഹാങ്ങിങ് കാണുമല്ലോ. ഇതുപോലെ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത്, ഇത് ഞാനൊരു സിൽവറാണ് എടുത്തത്, നമ്മുടെ ഓറഞ്ച് ആണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം ഒരു പീസ് എടുക്കുക, അതിലേക്ക് ഇതുപോലെ ഒന്ന് ടൈ ചെയ്യുക. നമുക്കത് തൂക്കിയിടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സെൻറ്ററിൽ അതങ്ങ് ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്കത് ഹാങ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 4-5 എണ്ണം. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു. ഇനി ഇത് ആ സെൻറ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതേ കളറാണെങ്കിൽ അത്രയും നല്ലത്, അല്ല എങ്കിൽ ഗോൾഡ്, സിൽവർ. ഓറഞ്ചിന് കുറച്ച് സിൽവർ ആകുമ്പോൾ കുറച്ച് മാച്ചിങ് ആണെന്ന് തോന്നി. അതേ കളറുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. കാരണം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അത് അതേ കളറുള്ളതാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു.
ഇനിയൊന്നും വേണ്ട, സെൻറ്ററിൽ ജസ്റ്റ് ഒരു അറ്റാച്ച്മെൻ്റ് അങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തതാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി സെൻറ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റാച്ച് വേണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്മസ് കുഞ്ഞ് ബെല്ലുണ്ടെങ്കിലോ ഒന്ന് വെച്ച് കൊടുത്താലും മതി. കാരണം ക്രിസ്മസിന് നമ്മുടെ ക്രിസ്മസ് ട്രീയിലിരുന്നതല്ലേ, അത് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, സെയിം കളറിലുള്ളത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്